ഒരു സാധാരണ സർവകലാശാലയായിരുന്ന കേരള സർവകലാശാലയെ രാജ്യത്തും രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സർവകലാശാലയാക്കി മാറ്റി എന്ന അഭിമാന ബോധത്തോടെയാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി കേരള സർവകലാശാലയിൽ പ്രവർത്തിച്ച സിൻഡിക്കേറ്റിന് നേതൃത്വം കൊടുത്ത ഞങ്ങൾ ഇപ്പോൾ ഒഴിഞ്ഞു പോകുന്നു. കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ വെച്ച് കേരള സർവകലാശാലയിലെ അക്കാദമിക സമൂഹത്തെ വിശ്വാസത്തിലെടുത്ത് അവർ നൽകിയ 600 കോടിയോളം രൂപയുടെ ഫണ്ട്, പിന്നീട് കിഫ്ബി പദ്ധതിയിലൂടെ സർവകലാശാലയ്ക്ക് ലഭിച്ച 100 കണക്കിന് കോടി രൂപയുടെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് കേരള സർവകലാശാലയെ ഞങ്ങൾ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സർവകലാശാലയാക്കി മാറ്റിത്തീർത്തു. നിങ്ങൾക്കറിയാം, നാക്കിൻ്റെ അക്രഡിറ്റേഷനിൽ കേരളത്തിൽ ആദ്യമായി ഒരു സർവകലാശാലയ്ക്ക് A++ ഉയർന്ന ഗ്രേഡും ലഭിച്ചു. കഴിഞ്ഞ തവണ NIRF റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ആദ്യത്തെ 5 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായി കേരള സർവകലാശാല മാറി. NIRF റാങ്കിങ്ങിൽ ഓൾ യൂണിവേഴ്സിറ്റിയിൽ 23ാം റാങ്കാണ് കേരള സർവകലാശാലയ്ക്ക് ലഭിച്ചത്. ഏഷ്യൻ QS റാങ്കിങ്ങിൽ 88ാമത്തെ സ്ഥാനമാണ് കേരള സർവകലാശാലയ്ക്ക് ലഭിച്ചത്. ഇന്ത്യ ടുഡേ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സർവേകളിൽ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സർവകലാശാലയായി നമ്മുടെ സർവകലാശാല മാറി എന്നുള്ളത് അത്തരമൊരു കാലഘട്ടത്തിൽ ഈ സർവകലാശാലയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ UDF സർക്കാരിൻ്റെ നോമിനേഷൻ വന്നിരിക്കുക 6 ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാക്കിൻ്റെ A++ ഉയർന്ന ഗ്രേഡും ലഭിച്ചപ്പോൾ ഇന്ന് UDF സർക്കാർ വിട്ട 6 നോമിനേഷനുകളിൽ ഒരാൾ കേരളത്തിലെ സർവകലാശാലകളുടെ മുന്നേറ്റത്തെ ബോധപൂർവം തടയുന്നതിനു വേണ്ടി നേതൃത്വം കൊടുത്ത സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. അദ്ദേഹം ഈ സർവകലാശാലയ്ക്ക് A++ കിട്ടിയപ്പോൾ ഒരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞത് ഇത് പണം കൊടുത്ത് മേടിച്ചതാണെന്നാണ്. അപ്പോൾ ഈ സർവകലാശാലയെ ബോധപൂർവം ഇതിൻ്റെ നേട്ടങ്ങളെ അംഗീകരിക്കാത്ത ഒരാളെ ഈ സർവകലാശാലയുടെ നേതൃത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ സർവകലാശാലയിൽ ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോൾ കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഡീലിൻ്റെ കാലഘട്ടമാണല്ലോ. ഡീലുണ്ട് എന്ന് പറയുമ്പോൾ പലരും പുച്ഛിച്ച് തള്ളുകയാണ്. എത്രയോ മേഖലകളിൽ ഇപ്പോൾ ഡീലിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം വന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് കേരള സർവകലാശാലയിലെ 6 നോമിനേഷൻ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്നത്. മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിലെ ഗവർണറായി വന്ന ശേഷം സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റത്തെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തെ തടയാൻ ആ ചാൻസലറുടെ ഓഫീസിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത ആളാണ് ഈ നോമിനേഷനിൽ 1ാമത്തെ പേരുകാരൻ. മാത്രമല്ല, അന്ന് സർക്കാരിൻ്റെ പേര് മാറ്റിവെച്ചുകൊണ്ട് 17 സംഘപരിവാർ ബന്ധമുള്ളവരെ സർവകലാശാലയിലെ സെനറ്റിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് നോമിനേറ്റ് ചെയ്തു. അതിൽ നിന്ന് 2 പേർ സിൻഡിക്കേറ്റ് ജയിച്ചു വന്നു. സിൻഡിക്കേറ്റ് കൂടുമ്പം അവർക്ക് ചർച്ച ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ UDF നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റിൽ 1ാമൻ. ഈ നിലയ്ക്ക് ഈ കേരളത്തിലെ സർവകലാശാലകളുടെ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടി RSSും BJPയുമായി ബോധപൂർവം ഒത്തുകളിച്ച് ഒരു ചാൻസലറെയും ഒരു താൽക്കാലിക VCയെ ഉപയോഗിച്ച് ബോധപൂർവം ഈ സർവകലാശാലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആളെ തന്നെ ഈ സർവകലാശാലയുടെ സാരഥ്യം ഏൽപ്പിച്ചത് ഈ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഡീലിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ്. ഞങ്ങൾ തികഞ്ഞ പ്രതിബദ്ധതയോടെയാണ് ചാൻസലറുടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം പ്രതിരോധിച്ചത്. അതിന് ഞങ്ങൾ മാത്രമല്ല, ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അധ്യാപകരെയും മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. ഈ സർവകലാശാല നേടിയ നേട്ടത്തിൽ ഇവിടുത്തെ താൽക്കാലിക VCക്ക് എന്താണ് പങ്ക്? ഇപ്പോൾ അദ്ദേഹം ഇവിടെ താൽക്കാലിക VCയായി വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞല്ലോ. എത്ര ദിവസം ഈ സർവകലാശാലയിൽ അദ്ദേഹം എത്തിയെന്ന്
അറ്റൻഡൻസ് നിങ്ങളെടുത്ത് പരിശോധിക്കൂ. ഈ സർവകലാശാല നേടിയ നേട്ടത്തിലൊന്നും ഒരു പങ്കും ആ വൈസ് ചാൻസലർക്കില്ല. പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ ഒത്തുകൂടുകയും ലോക്ഭവനിൽ ഒത്തുകൂടുകയും എന്നിട്ട് ഈ സർവകലാശാലയുടെ മുന്നേറ്റത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയിട്ടാണ് തയ്യാറായത്. അതാണ് ബോധപൂർവം ഈ സർവകലാശാലയുടെ ചില കേന്ദ്രങ്ങൾ RSS പരിപാടി നടത്താനുള്ള വേദിയാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച രജിസ്ട്രാറെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇവിടെ നിന്ന് പുറത്താക്കി. സിൻഡിക്കേറ്റ് അത് തിരുത്തി, പക്ഷെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിനുശേഷവും നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ തയ്യാറായത്. എന്നിട്ട് സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുകയാണ്. ഈ സർവകലാശാലയിലെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും സംരക്ഷിക്കപ്പെടാൻ ഒന്നാമത് ചുമതലയുള്ള ആളാണ് വൈസ് ചാൻസലർ. അദ്ദേഹം ആ ഉത്തരവാദിത്വം നിർവഹിച്ചോ? പകരം ഈ നിയമം ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. സർവകലാശാല അതോറിറ്റി ആയിട്ടുള്ള സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാഡമിക് കൗൺസിൽ ഇതൊന്നും റെഗുലറായി ചേരുന്നില്ല. തൻ്റെ ഇംഗിതത്തിന് മാത്രം അത് ചേരുക, എന്നിട്ട് ഇറങ്ങിപ്പോവുക. അതാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചത്. അതിനെല്ലാം അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചുമതലക്കാരനെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായി വിട്ടു എന്ന് പറയുമ്പോൾ ഈ സർവകലാശാല എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് ഭാവിയിൽ കണ്ടറിയേണ്ടതാണ്. മാത്രവുമല്ല, കേരളത്തിലും ഇന്ത്യയിലും രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഈ സർവകലാശാല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം നേടിയ നേട്ടത്തിൻ്റെ മാതൃകാപരമായ ഒരു കേന്ദ്രമാണ്. ഈ സർവകലാശാലയിൽ ബോധപൂർവം വിവാദമുണ്ടാക്കി സർവകലാശാലയെ തകർക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു വലിയ കോർപ്പറേറ്റിൻ്റെ വിദ്യാഭ്യാസ സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണോ UDFൻ്റെ ഈ നോമിനേഷനിലൂടെ ഇവിടെ ഈ താൽക്കാലിക VC നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ ശ്രമിക്കുന്നത് എന്ന് സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ തികഞ്ഞ പ്രതിബദ്ധതയോടെയാണ് ഈ കാവ്യവൽക്കരണത്തെ എതിർത്തത്. ഈ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ പാടില്ല. സർവകലാശാലയിൽ ജനാധിപത്യം പുലരണം, സർവകലാശാലയിൽ മതേതരത്വം പുലരണം. എക്കാലവും കേരളത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിച്ച ഇടമാണ് സർവകലാശാലകൾ. അതിന് നേതൃത്വം കൊടുത്ത സ്ഥാപനമാണ് കേരള സർവകലാശാല. ആ സർവകലാശാലയിൽ ഞങ്ങൾ ഇന്ന് പുറത്തു പോയാലും ഇന്ന് വന്ന ഈ പുതിയ ഡീൽ പ്രകാരമുള്ള സിൻഡിക്കേറ്റിനെയും ഇവിടുത്തെ താൽക്കാലിക VCയും വിചാരിക്കുന്നത് പോലെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തുണ്ട്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്നവർ പുറത്തുണ്ട്. അവർ ഉയർത്തുന്ന പ്രതിരോധത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ പോരാട്ടം ഞങ്ങളിനി സിൻഡിക്കേറ്റിലില്ലെന്നേ ഉള്ളൂ, സർവകലാശാല സംവിധാനങ്ങൾക്കുള്ളിൽ ഇല്ലെന്നേ ഉള്ളൂ, പുറത്തുണ്ടാവും. ആ പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നാണ് നിങ്ങളോട് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഉന്നതമായ ഈ പ്രതിരോധത്തെ എക്കാലത്തും ഞങ്ങളെ പിന്തുണച്ച തിരുവനന്തപുരത്തെ ഏറ്റവും നല്ലവരായ സ്നേഹിതരായ മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾക്കുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്ത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന രംഗത്തേക്ക് സർവകലാശാലയെ കൈപിടിച്ചുയർത്തിയ അഡ്വക്കേറ്റ് G. മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ഈ അവസരത്തിൽ ഞാൻ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ അക്കാഡമിക് ഫാസിസം വരുന്ന വഴികൾ ഇപ്പോൾ നമുക്ക് കൃത്യമായും മനസ്സിലാവുകയാണ്. അക്കാഡമിക് ഫാസിസം എന്ന ഒരു കാഴ്ചപ്പാട് എത്രമാത്രം ഇന്ത്യയെ സ്വാധീനിക്കാൻ തുടങ്ങി, ഇന്ത്യയിലെ സർവകലാശാലകളെ, കലാലയങ്ങളെ വേട്ടയാടാൻ തുടങ്ങി എന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദളിത് ജനവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോട് എത്രമാത്രം ക്രൂരതകളാണ് ഇന്ത്യയിൽ അരങ്ങേറുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കേരള സർവകലാശാലയിലെ കാര്യവട്ടത്തെ ഒരു ഗവേഷകൻ നേരിടേണ്ടി വന്നു. ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു ഗവേഷകൻ അനുഭവിച്ച ക്രൂരമായ മാനസിക പീഡനങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം സർവകലാശാല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങളുടെയും ആശ്രയ കേന്ദ്രമാണ്. സർവകലാശാല സിൻഡിക്കേറ്റ് ഒരു വ്യക്തിയല്ല, അതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായവരുടെ കൂട്ടായ്മയുമല്ല. വ്യത്യസ്ത നിലപാടുകളുള്ളവർ അവിടെയുണ്ട്. ഏത് അജണ്ടയും അവിടെ ചർച്ച ചെയ്യാം. ജനാധിപത്യപരമായി ചർച്ചയ്ക്ക് ശേഷം ഭൂരിപക്ഷ തീരുമാനമനുസരിച്ചോ ഏകകണ്ഠേനയോ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ ഇവിടെ താൽക്കാലിക VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മേൽ ജനാധിപത്യത്തെ ലവലേശം പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ തൻ്റെ
സംഘപരിവാർ സഹയാത്രികരെ കുത്തിനിറയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബോർഡ് ഓഫ് സ്റ്റഡീസുകൾ പിടിച്ചെടുക്കാനാണ് അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം. അതാണ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായ രജിസ്ട്രാറെ ഏകപക്ഷീയമായി പുറത്താക്കിയ സാഹചര്യം ഇവിടെ ഉണ്ടായി. അതോടൊപ്പം സർവകലാശാല യൂണിയന്റെ പ്രവർത്തനത്തെ തകർക്കാൻ വൈസ് ചാൻസലർ നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതോടൊപ്പം അയോഗ്യരെ സർവകലാശാല സെനറ്റിലേക്ക് നോമിനേഷൻ വഴി കുത്തിനിറയ്ക്കാൻ ശ്രമിച്ച സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഏകപക്ഷീയമായി പുറത്താക്കാൻ തീരുമാനിക്കുകയുണ്ടായി. കുന്നുമ്മൽ തറവാട്ടിലെ കുടുംബയോഗത്തിലെ വക്കീലിനെ തീരുമാനിക്കും പോലെ കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ തന്റെ സഹയാത്രികയെ, സംഘപരിവാർ സഹയാത്രികയെ തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായത്. തീർച്ചയായും ഞങ്ങളുടെ പോരാട്ടം ഇവിടെ വിശദീകരിച്ചു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിദ്യാർത്ഥികളും അധ്യാപകരും ഗവേഷകരും അനധ്യാപകരും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം ഈ സർവകലാശാലയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാകും, ഒപ്പമുണ്ടാകും. സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർമാർ എന്ന നിലയിൽ ഞങ്ങൾ ഇത്രയും കാലം ഈ സർവകലാശാലയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രൊഫസർ ബിന്ദു ടീച്ചറും അടക്കമുള്ളവർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സർവകലാശാല സിൻഡിക്കേറ്റിന്, സർവകലാശാല സമൂഹത്തിന് അകമഴിഞ്ഞ പിന്തുണ നൽകുകയുണ്ടായി. ഇപ്പോൾ അപകടകരമായ സൂചനകളാണ് വന്നു തുടങ്ങിയത്. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ സംഘപരിവാറിന്റെ നിർദ്ദേശം താൽക്കാലിക VC-മാർ നടപ്പിലാക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോണും എവിടെയാണ്, എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യം തീർച്ചയായും ഈ സമൂഹത്തിന് മുന്നിൽ ഉയരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടത്തെ പിന്തുണച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങളും ഞങ്ങൾ നേരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.